യുദ്ധം നീണ്ടേക്കുമെന്ന ആശങ്കകൾക്കിടയിലും സംഘർഷം ലഘൂകരിക്കാനുള്ള സാധ്യതകൾ ആരാഞ്ഞ മധ്യസ്ഥ രാജ്യങ്ങൾ. പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത് വിദേശകാര്യമന്ത്രിമാർ നാളെ ഇസ്ലാമാബാദിൽ യോഗം ചേരും. വിശ്വാസ്യത നഷ്ടമായിരിക്കെ അമേരിക്കയുമായുള്ള ചർച്ചയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേലിൽ ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരുക്കേറ്റു. ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ലെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറപ്പ് ലംഘിച്ച് ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെ മേഖലയിൽ സംഘർഷം രൂക്ഷമായി. ഇറാനിലെ ന്യൂക്ലിയർ പ്ലാന്റുകൾക്കും ശുദ്ധജല പ്ലാന്റിനും ഉരുക്കു വ്യവസായ സ്ഥാപനങ്ങൾക്കും നേരെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ഇസ്രായേൽ തീ കൊണ്ടു കളിച്ചെന്ന് IRGC എയ്റോസ്പേസ് കമാൻഡർ സെയ്ദ് മാജിദ് മൗസവി പറഞ്ഞു. ഇതൊരു തിരിച്ചടിയായി ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാന്റെ മിസൈൽ പതിച്ച് ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം മധ്യസ്ഥ നീക്കങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്ന് പാക് വിദേശകാര്യമന്ത്രി ഇഷ്ഹാഖ് ദർ പറഞ്ഞു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത് വിദേശകാര്യമന്ത്രിമാർ നാളെ ഇസ്ലാമാബാദിൽ യോഗം ചേരും. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ടെലിഫോണിൽ സംസാരിച്ചു. അമേരിക്കയുടെ നീക്കങ്ങളിൽ വിശ്വാസ്യത നഷ്ടമായിരിക്കെ ചർച്ചകൾ പ്രഹസനമാണെന്ന നിലപാടിലാണ് ഇറാൻ. ഇസ്രായേലിന് നേർക്ക് മിസൈൽ അയച്ച യമനിലെ ഹൂത്തികൾ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിത്തം വഹിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. സംഘർഷം രൂക്ഷമായതോടെ USS ജോർജ് ബുഷ് എന്ന വിമാനവാഹിനി കപ്പൽ കൂടി അമേരിക്ക ഗൾഫിലെത്തിക്കും. മീഡിയ 1 ദുബൈ.